ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ ഒക്കെ സീസൺ, അതായത് ബിഗ് ബോസ് ഓഫ് സീസൺ 4 ഉണ്ടായിരുന്ന റോൺസൺ വിൻസെന്റ് ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു 150 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള ഒരു സിനിമയിലെ ഒരു പ്രധാന വില്ലനാണ് എന്ന് എനിക്കറിയാം. അതായത് ഈ ഒരു സിനിമ മാത്രമല്ല, അദ്ദേഹം 2010 അതായത് ബിഗ് ബോസ് ഹൗസിലൊക്കെ അദ്ദേഹം മത്സരിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പല സിനിമകളിലായിട്ട് വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ആൾ തന്നെയായിരുന്നു. അതിൽ ആദ്യത്തെ സിനിമ 2010 ചെയ്ത സിനിമയിൽ അദ്ദേഹത്തിന് ഭരതമുനി അവാർഡ് വരെ കിട്ടിയിട്ടുള്ളതാണ് ഫോർ ബെസ്റ്റ് വില്ലൻ. അതിനുശേഷം നാട്ടിലേക്ക് വന്ന റോൺസൺ വിൻസെന്റിന് കുറച്ച് മലയാളം സീരിയലുകളിലേക്ക് അവസരം കിട്ടുകയും പിന്നെ സീരിയലുകളിൽ കണ്ടിന്യൂസ്ലി അഭിനയിച്ചുകൊണ്ടിരുന്ന റോൺസൺ വിൻസെന്റ് മലയാളം ഫിലിമിലേക്ക് കയറാൻ വേണ്ടി നോക്കുന്ന സമയത്തായിരുന്നു ഈ സീരിയൽ ഫെയിം ആയിട്ടുള്ള ആൾക്കാർക്ക് സിനിമയിലേക്ക് കയറുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് റോൺസൺ വിൻസെന്റ് മനസ്സിലാക്കിയത്. അപ്പൊ ആ സമയത്താണ് ബിഗ് ബോസ് ഹൗസിലേക്ക് റോൺസൺ വിൻസെന്റ് വരികയും എന്നാൽ അതിനുശേഷം പുറത്തിറങ്ങിയ റോൺസൺ വിൻസെന്റ് കുറച്ച് സീരിയലുകളിലേക്ക് അവസരം വരികയും എന്നാൽ ആ സമയം ഈ അവസരങ്ങളൊന്നും എടുക്കാതിരുന്ന റോൺസൺ വിൻസെന്റ് തിരിച്ച് തെലുങ്ക് ഇൻഡസ്ട്രിയിലേക്ക് തന്നെ വില്ലൻ കഥാപാത്രങ്ങളിലേക്ക് ക്ഷണം കിട്ടുകയാണ് ചെയ്തത്. അപ്പൊ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന റോൺസൺ വിൻസെന്റ് ഇപ്പൊ നിലവിൽ ഈ പറയുന്ന 150 കോടിക്ക് മുകളിൽ ഒരുങ്ങിയിരിക്കുന്ന അഖണ്ഡ പാർട്ട് 2 എന്ന് പറയുന്ന സിനിമയിൽ വരെ ഒരു പ്രധാന വില്ലനായിട്ട് എന്തായാലും അഭിനയിച്ചു. റോൺസൺ വിൻസെന്റ് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ വില്ലൻ കഥാപാത്രങ്ങളിൽ നിന്ന് ഒരു ഹീറോ ഇമേജിലേക്ക് പോകാനുള്ള എല്ലാവിധ സാധ്യതകളും അദ്ദേഹത്തിനുണ്ട്. കാര്യം തെലുങ്ക് ഇൻഡസ്ട്രിയിൽ മാത്രമല്ല, മലയാളത്തിലാണെങ്കിലും എല്ലാ ലാംഗ്വേജിലും നമുക്ക് കാണാവുന്നതാണ് വില്ലന്മാരായിട്ട് കയറി പല ആൾക്കാരും അവരുടെ കഴിവുകൊണ്ട് അവർ മുന്നേറി നായകന്മാരായി മാറിയ ചരിത്രം ഒരുപാടുണ്ട്. അതുപോലെ തന്നെ റോൺസൺ വിൻസെന്റും അതിനുള്ള എല്ലാവിധ സാധ്യതകളും ഉറപ്പായിട്ടുണ്ട്. കാര്യം പാൻ ഇന്ത്യൻ സ്റ്റാർ എന്നൊക്കെ വിളിക്കുന്ന പ്രഭാസിന് ഒരു നിക് നെയിമും കൂടിയുണ്ട്, അതായത് ഡിനോസർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് ഡിനോസർ എന്നുള്ള ഒരു നിക് നെയിമും കൂടി അദ്ദേഹത്തിന് കിട്ടാറുണ്ട്. കാര്യം അദ്ദേഹം വന്നിരിക്കുന്ന സമയം അദ്ദേഹം ഭയങ്കര ഒരു വളരെ വലിയൊരു മനുഷ്യനാണ്. അതായത് മറ്റ് ആൾക്കാരെയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഹൈറ്റ് കൊണ്ടും അദ്ദേഹം ബിൽഡ് ചെയ്തിരിക്കുന്ന ബോഡിയും അങ്ങനെ മറ്റു പല കാര്യങ്ങൾ കൊണ്ടും ആ ഒരു ഫീലാണ് അദ്ദേഹത്തിന് എന്തായാലും വരുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിൽ അദ്ദേഹത്തിന് എന്തായാലും കിട്ടാറുള്ളത്. ഈ റോൺസന്റെ ഒരു കേസും സെയിം വളരെയധികം സിമിലർ ആണ്. ഇതുപോലെ തന്നെ വളരെ ഒരു വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹം ഹൈറ്റ് കൊണ്ടായിക്കോട്ടെ ഒരു 6 ഫീറ്റ് അപ്പോ ഹൈറ്റ് വരുന്നുണ്ട്, പ്ലസ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു ബോഡിയും പിന്നെ അദ്ദേഹത്തിന്റെ ഒരു വോയിസും അങ്ങനെ മൊത്തത്തിൽ ഒരു ഭയങ്കരമായ ഒരു ദിനോസം എന്ന് പറയുന്ന ഒരു ഫീൽ തന്നെ തരാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് റോൺസൺ. ഇത്തരത്തിലുള്ള ഫിസിക്കും ലുക്സും കാര്യങ്ങളും ഉള്ളവർക്ക് ഉറപ്പായിട്ട് തെലുങ്ക് കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വലിയ രീതിയിലൊരു സാധ്യത തന്നെ ഉറപ്പായിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിന് പെർഫോമൻസിനെ കുറിച്ച് ഞാൻ എന്തായാലും എടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം അത്രയധികം അപ്രിസിയേഷൻസ് അദ്ദേഹത്തിന് എന്തായാലും ഈ ഒരു സിനിമയിലൂടെ നല്ല തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഓൾറെഡി ഭരതമുനി അവാർഡടക്കം ഫസ്റ്റ് മൂവിയിലടക്കം കൈക്കലാക്കിയ ഒരാൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിയോ ഇല്ലയോ എന്നൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല.